നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നിരവധി മലയാളികൾ ദീർഘകാലമായി UAE-യിൽ താമസിക്കുന്നവരാണ്. അങ്ങനെ താമസിക്കുന്ന ഒരു പ്രവാസിയാണെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ടിൽ നിങ്ങളുടെ പ്രാദേശിക UAE വിലാസം ഉൾപ്പെടുത്താൻ കഴിയും. ഇന്ത്യയിൽ സാധുവായതോ സ്ഥിരമായതോ ആയ വിലാസമില്ലാത്ത വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് അവർ താമസിക്കുന്ന രാജ്യത്തെ പ്രാദേശിക വിലാസം ചേർക്കാൻ ഇത് അനുവദിക്കുന്നു. റോഡുകൾ സുരക്ഷിതവും ഗതാഗതം സുഗമവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ മോട്ടോർ സൈക്കിളുകൾ, ഡെലിവറി ബൈക്കുകൾ, ഹെവി വാഹനങ്ങൾ, ബസ്സുകൾ എന്നിവയ്ക്കായി റോഡുകളിൽ നിർദ്ദിഷ്ട ലൈനുകൾ ഏർപ്പെടുത്തുമെന്ന് ഷാർജ പോലീസ് അറിയിച്ചു. ഷാർജ പോലീസ് ജനറൽ കമാൻഡ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുമായി സഹകരിച്ചാണ് എമിറേറ്റിലെ റോഡുകളിൽ പുതിയ ഗതാഗത ക്രമീകരണം നടപ്പാക്കുന്നത്. നവംബർ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഗ്ലോബൽ പാസ്പോർട്ട് സേവാ പതിപ്പ് 2.0 ആരംഭിച്ചു. എല്ലാ അപേക്ഷകൾക്കും പുതിയ മാനദണ്ഡങ്ങൾ ബാധകമാകുമെന്ന് സൗദി അറേബ്യയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ഒക്ടോബർ 24 മുതൽ സൗദി അറേബ്യയിൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നും ഇന്ത്യൻ എംബസി എക്സിൽ വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ എല്ലാ പാസ്പോർട്ട് അപേക്ഷകരും പുതിയ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാൻ ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചു. ദുബായിക്ക് പിന്നാലെ ഷാർജയിലും ബൈക്കുകൾക്ക് സ്പീഡ് ലൈനിൽ വിലക്ക് ഏർപ്പെടുത്തുന്നു. പുതിയ നിയമപ്രകാരം നവംബർ 1 മുതൽ ഷാർജയിൽ ബസ് ഉൾപ്പെടെ ഭാരവാഹനങ്ങൾ റോഡിന്റെ വലതുവശത്തെ ലൈനിൽ മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ. ഡെലിവറി ബൈക്കുകൾ ഉൾപ്പെടെയുള്ള ഇരുചക്ര വാഹനങ്ങൾ സ്പീഡ് ലൈനിൽ പ്രവേശിക്കരുത്. 4 ലൈനുള്ള റോഡിൽ വലതുവശത്തെ 3-ാമത്തെയും 4-ാമത്തെയും ലൈനിലൂടെ മാത്രമേ മോട്ടോർ ബൈക്കുകൾക്ക് സഞ്ചരിക്കാവൂ. 3 ലൈനുള്ള റോഡിൽ നടുവിലത്തെ പാതയിലൂടെയും വലതുവശത്തെ ലൈനിലൂടെയും ബൈക്ക് ഓടിക്കാം. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ്സ്.